NMSന്റെ മെറിലബിലിറ്റിയിൽ ഭൂരിഭാഗം ആളുകൾക്കും വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആയിരിക്കും ആൽഫബറ്റിക് സീരീസ്. അതിൽ നിന്ന് തന്നെയുള്ള ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ നോക്കിയാലോ? നോക്കിക്കോ, EDOPRS, SRODE, EDRS എന്ന് തന്നിട്ടുണ്ട്. അടുത്ത ആളെ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. സാധാരണ നമ്മൾ ലെറ്റേഴ്സിന് നമ്പർ ഇട്ട് കൊടുത്തിട്ട് പ്ലസും മൈനസും ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നോക്കിക്കോ, ഇവിടെ ടോട്ടൽ 6 ലെറ്റേഴ്സ് ഉണ്ട്, ഇവിടെ 5 ഉള്ളൂ, ഇവിടെ 4 ഉള്ളൂ. അതിനർത്ഥം ഓരോന്ന് കഴിയുന്തോറും ഓരോ ആൾക്കാർ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ നോക്കിക്കോ എന്താ ചെയ്യുന്നത്. നോക്കിക്കോ, ഇവിടെ EDOPRS ഉണ്ട്, ഇവിടെ SRODE ഉള്ളൂ. വിച്ച് മീൻസ് ഇവിടെ ഉണ്ടായിരുന്ന P അവിടെ ഇല്ല. അപ്പൊ നോക്കിക്കോ, 1 2 3 വലത് ഭാഗത്തുനിന്ന് മൂന്നാമത്തെ ആളെ ക്യാൻസൽ ചെയ്തു, എന്നിട്ട് തിരിച്ചെഴുതി. അപ്പോ SRODE അതാണ് അടുത്ത സീക്വൻസ്. അപ്പൊ അടുത്തതിൽ എന്താ ചെയ്യാ? വലതു ഭാഗത്ത് നിന്ന് വീണ്ടും മൂന്നാമത്തെ ആളെ ക്യാൻസൽ ചെയ്തു, OA ക്യാൻസൽ ചെയ്തു, തിരിച്ചെഴുതി EDRS. അങ്ങനെയാണെങ്കിൽ അടുത്തതിൽ എന്തായിരിക്കും ചെയ്യുക? വലതു ഭാഗത്ത് നിന്ന് മൂന്നാമത്തെ ആളെ ക്യാൻസൽ ചെയ്യുക, തിരിച്ചെഴുതുക. ഉത്തരം എന്തായിരിക്കും? SRE എന്നായിരിക്കും. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരാം. നിങ്ങൾ ആൻസർ കമന്റ് ബോക്സിൽ അയച്ചുകൊള്ളുക. സോ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഇതാ: ASDFGH, HGFDS, SDFH. ഇതുപോലെ തന്നെ ആയിരിക്കില്ല, ചെറിയൊരു ട്രിക്ക് ഉള്ളിലുണ്ട്. സോ ചെയ്യുക, കമന്റ് ചെയ്യുക.